എല്ലാവരും മോട്ടിവേഷൻ്റെ പിറകെ പോവുകയാണ്. മോട്ടിവേഷൻ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല, വ്യക്തമായ തീരുമാനമില്ല, വ്യക്തമായ കാഴ്ചപ്പാടില്ല, വ്യക്തമായ അജണ്ടയില്ല. എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് ജീവിക്കുന്നത് എന്ന ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ല. ഇതിൻ്റെ എല്ലാം ആകത്തുക, ഇതിൽ നിന്നും ഈ കാഴ്ചപ്പാടില്ലായ്മയിൽ നിന്നും നിങ്ങൾക്ക് ഒളിച്ചോടുവാൻ വേണ്ടിയുള്ള ഒരു പുറംതോട്, നിങ്ങൾ തന്നെ അന്വേഷിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള പുറംതോട്, അതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന മോട്ടിവേഷൻ. നിങ്ങൾ അതെല്ലാം ഒഴിവാക്കുക. 1 മണിക്കൂർ സ്വസ്ഥമായിരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് കൃത്യമായി മനസ്സിലാക്കുക. ശേഷം അതിൽ നിന്നും മറികടക്കുവാനുള്ള, അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള പദ്ധതികൾ എന്താണ്? നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക, തീരുമാനിക്കുക. ദിവസവും നിങ്ങൾക്ക് കഴിയുന്ന സമയം അതിനുവേണ്ടി മാറ്റി നിർത്തുക. കൃത്യമായ ടൈം ടേബിൾ, കൃത്യമായ തീരുമാനം, ഇതെല്ലാം ഉണ്ടെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇക്കാലമത്രയും നിങ്ങൾ കേട്ട മോട്ടിവേഷനേക്കാളും വലിയ ഫലം നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കാരണം എന്താണ്? മോട്ടിവേഷൻ നിങ്ങൾക്ക് നൽകുന്നത് വെറും ഒരു ഫീലിംഗ് മാത്രമാണ്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനം എത്ര കുറഞ്ഞ സമയമാണെങ്കിലും അത് നിങ്ങൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായ റിസൾട്ട് കൊണ്ടുവന്നു തരും. അതുകൊണ്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത് മോട്ടിവേഷനെയല്ല, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ തീരുമാനപ്രകാരമുള്ള, നിങ്ങളുടെ വ്യക്തമായ കാഴ്ചപ്പാട് പ്രകാരമുള്ള മുന്നോട്ടുള്ള യാത്രക്കാണ്, അതിൻ്റെ പുരോഗതിക്കാണ്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കൊരു ഫീലിംഗ് അല്ല നൽകുന്നത്, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നൽകുന്നത് വ്യക്തമായ ഒരു വ്യക്തിത്വമാണ്, വ്യക്തമായ ഒരു അസ്തിത്വമാണ്. അത് നിങ്ങൾക്ക് ശക്തി നൽകും, ആവേശം നൽകും. അത് നിങ്ങൾക്ക് നൽകുന്നത് പ്രവർത്തിക്കുവാനുള്ള ഊർജമല്ല, പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉടൻ തിരിയുക നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള, നിങ്ങളുടെ സ്വന്തം തീരുമാനപ്രകാരമുള്ള പ്രവർത്തനത്തിലേക്ക് ഇന്ന് തന്നെ നിങ്ങൾ ഏർപ്പെടുക.